ഇറാനുമായി എക്കാലത്തും ശത്രുതാ മനോഭാവം പുലർത്തിക്കൊണ്ടിരിക്കുന്ന ഒരു വർഗമാണ് അറബികൾ എന്ന് പറയുന്നത്. പശ്ചിമേഷ്യയിലെ എല്ലാ രാഷ്ട്രങ്ങളും ഒരുമിച്ചു നിന്ന് പോരാടുകയാണ് എങ്കിൽ അമേരിക്കയെയും ഇസ്രായേലിനെയും വളരെ എളുപ്പത്തിൽ അവർക്ക് പരാജയപ്പെടുത്താമായിരുന്നു. അമേരിക്കയുടെ കടന്നുവരവ് അവിടെയുള്ള പശ്ചിമേഷ്യയിലെ ഓരോ അറബ് രാഷ്ട്രങ്ങളിലും അവർ വ്യോമത്താവളങ്ങൾ, നാവികത്താവളങ്ങളെല്ലാം നിർമ്മിക്കാനുള്ള അവസരം അറബികൾ അമേരിക്കയ്ക്ക് ചെയ്തു കൊടുത്തു. മാത്രമല്ല, കോടാനുകോടി ഡോളർ മുടക്കി അവർ അമേരിക്കയുമായി ചങ്ങാത്തം കൂടുകയും ചെയ്തു. ഇറാനെ അവർ അങ്ങേയറ്റം തഴഞ്ഞതിൻ്റെ ഫലമാണ് ഇന്ന് അവർക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്ന ഇറാൻ്റെ തിരിച്ചടി. എക്കാലത്തും ഇസ്ലാമിൻ്റെ ബദ്ധവൈരികളാണ് എന്ന് നമുക്കറിയാം ജൂത വർഗം. നബിയുടെ കാലത്തും ധാരാളം സന്ധികളിൽ അവർ യുദ്ധങ്ങളിൽ സന്ധി ചെയ്യുകയും അവസാനം അതെല്ലാം തെറ്റിച്ചുകൊണ്ട് വാക്കുമാറിക്കൊണ്ട് യുദ്ധങ്ങളിൽ ഏർപ്പെടുകയും ചെയ്ത ചരിത്രവും ഈ അറബികൾക്കറിയാം. എന്നിട്ടും അവർ ഇസ്രായേലിൻ്റെയും അമേരിക്കയുടെയും പിന്നാലെ പോയത് മഹാകഷ്ടം തന്നെയാണ്. അതുകൊണ്ട് ഇനിയെങ്കിലും അവർ പാഠം പഠിക്കണം. എത്ര പ്രാവശ്യം അവരെ വിളിച്ചുകൊണ്ട് ഇറാനിലെ ഇപ്പോൾ മരണപ്പെട്ട ആയത്തുള്ള ഖമീനി അറബികളെ വിളിച്ചുകൊണ്ട് പലപ്പോഴും അവർ സമീപിച്ചുകൊണ്ട് പറഞ്ഞു, പശ്ചിമേഷ്യ ജൂതൻ്റെയും നസ്രാണിയുടെയും കുത്തകയാക്കി നാം മാറ്റരുത്. നാം ഒരുമിച്ച് നിൽക്കണം, ഒരുമിച്ച് പോരാടണം. ഇല്ലെങ്കിൽ നാം വളർന്നു വന്നില്ല എങ്കിൽ എന്നും നാം അമേരിക്കയുടെയും ഇസ്രായേലിൻ്റെയും അടിമകളായി കിടക്കേണ്ടി വരുമെന്ന നഗ്നമായ പരമാർത്ഥം ആയത്തുള്ള ഖൊമേനിയും ഇറാനിലെ നേതാക്കന്മാരും എത്രയോ വട്ടം അറബികൾക്ക് വാണിംഗ് കൊടുത്തു. എന്നിട്ടും അവർ സമ്മതിക്കാതെ അമേരിക്കയുടെ പിന്നാലെ പോവുകയാണ്. അറബികളെ സംബന്ധിച്ചിടത്തോളം സുഖലോലുപതയാണ് അവരെന്നും ആഗ്രഹിച്ചിട്ടുള്ളത്. അവർക്ക് സുഖമായി തിന്നണം, സുഖമായി ഉറങ്ങണം, സുഖമായി ഭോഗിക്കണം, സുഖമായി എല്ലാം ചെയ്യണം. അവർക്ക് സുഖം മാത്രം മതി. ഈ ദുനിയാവിലെ സുഖത്തിന് വേണ്ടി മാത്രം ജീവിക്കുന്ന ചെറ്റവർഗമായി അറബികൾ മാറിക്കഴിഞ്ഞിരിക്കുന്നുവെന്ന യാഥാർത്ഥ്യമാണ് ഇതിൽ നിന്നെല്ലാം നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അല്ലെങ്കിൽ എത്രയോ കാലങ്ങൾക്ക് മുമ്പ് തന്നെ അവർക്ക് നല്ല സൈനിക ശക്തിയുള്ള രാജ്യങ്ങളായി മാറാമായിരുന്നു. പക്ഷെ അങ്ങനെ അവർ സൈനിക ശക്തികളായി മാറാൻ അമേരിക്കയോ ഇസ്രായേലോ ഒരിക്കലും സമ്മതിക്കുകയില്ല. അതിനുള്ള യാതൊരുവിധ സാധ്യതയും അവർ കൊടുക്കുകയില്ല. എന്നാൽ ഇറാൻ ഇവരിൽ നിന്ന് വേറിട്ട് വലിയൊരു ശക്തിയായി മാറുകയാണ് ചെയ്തത്. എന്നിട്ടും ഇവരും ജൂതന്മാരും അതുപോലെ തന്നെ അമേരിക്ക പോലുള്ള നസ്രാണികളും എല്ലാം കൂടി ചേർന്നുകൊണ്ട് ഇവരെ പാഠം പഠിപ്പിക്കുകയാണ് ചെയ്തത്. അതിൻ്റെ തിരിച്ചടി അവർ കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. ഒരായത്തുള്ള ഖൊമേനി മരിച്ചാൽ അതിന് പകരമായി 40 ആയത്തുള്ള ഖൊമേനിമാർ വരുമെന്ന വിവരം ഇവർ ശരിക്കും മനസ്സിലാക്കണം. ചിലപ്പോൾ ഇവർ ഉദ്ദേശിക്കുന്ന ഖൊമേനി ആയിരിക്കില്ല ഇനി വരുന്നത്. അതിനേക്കാൾ വലിയ ആത്മീയ നേതാവ് രൂപപ്പെട്ടു വന്നു കഴിഞ്ഞാൽ അവർക്ക് യാതൊരു സമാധാനവും കൊടുക്കാത്ത ആളായിരിക്കാം ഇനി വരുന്നത്. ആയതുകൊണ്ട് അറബികളെ, നിങ്ങൾ ഇനിയെങ്കിലും പാഠം പഠിക്കണം. നിങ്ങൾ സ്വയം രക്ഷയ്ക്കുള്ള മാർഗം സ്വീകരിക്കണം. നിങ്ങൾ ആരുടെയും പിന്നാലെ നിങ്ങളുടെ പണവും കൊണ്ട് നടന്നിട്ട് യാതൊരു കാര്യവുമില്ല. അവർ കെട്ടിപ്പോക്കുന്ന എല്ലാ സാമ്രാജ്യങ്ങളും അടിച്ചു തകർക്കാൻ കേവലം മണിക്കൂറുകൾ മാത്രം മതിയെന്ന യഥാർത്ഥമായ സത്യം അറബികളെ നിങ്ങൾ ഇനിയെങ്കിലും മനസ്സിലാക്കണം. ആടുമേയ്ച്ച് നടന്ന വർഗമേ, ഈന്തപ്പനയിൽ കയറിയിറങ്ങിയ ആളുകളെ, നിങ്ങൾ എന്നാണ് മുതലാളിമാരായി മാറിയത്? നിങ്ങൾ ചിന്തിക്കണം. ഒരു കാലഘട്ടത്തിൽ വെറും മരുഭൂമിയിലെ ആട്ടിടയന്മാരും മറ്റുമായിരുന്ന നിങ്ങളിന്ന് വലിയ വലിയ രമ്യ അരമ്യങ്ങളിൽ വസിക്കുന്നത് ആ എണ്ണയുടെ ഉറവിടം വന്നതുകൊണ്ടാണ്. ആ എണ്ണ വന്നു, അതെല്ലാം അങ്ങോട്ട് ഒഴുക്കി വലിയ വലിയ പണക്കാരായി മാറി. ഇപ്പോൾ നിങ്ങൾ അഹങ്കാരത്തിൻ്റെ
ഏറ്റവും ഉന്നതിയിൽപ്പെട്ടിരിക്കുകയാണ്. ഈ അഹങ്കാരത്തിന് എന്നായാലും നിങ്ങൾക്ക് തിരിച്ചടി കിട്ടുമെന്ന സത്യം നിങ്ങൾ മറക്കാതിരിക്കണം. ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ഇനിയും ഇതിനേക്കാൾ വലിയ വിപത്തുകൾ നിങ്ങൾക്ക് വന്നു ഭവിക്കും. നിങ്ങളൊന്നുമല്ലാത്ത വെറും അമേരിക്കയുടെയും ഇസ്രായേലിൻ്റെയും അടിമകളായി മാത്രം എന്നും നിങ്ങളെ കണക്കാക്കും. എത്ര സമ്പത്ത് നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിലും നിങ്ങളെ അവർ അടിമകളായി മാത്രമേ കരുതൂ എന്ന ആ നഗ്നമായ സത്യം ഇനിയെങ്കിലും അറബികളെ നിങ്ങൾ മനസ്സിലാക്കണം. ഇല്ലെങ്കിൽ നിങ്ങളുടെ പരാജയത്തിന് തുടക്കമാണ് ഇതെന്ന് നിങ്ങൾ കരുതിയിരിക്കുക. നന്ദി, നമസ്കാരം.